ഗൈസ് നമ്മളിന്ന് എസ്സി കൊമ്പനും ഡാർക്കുമാണ് കളിക്കാൻ 1v1 കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആര് ജയിക്കും നമുക്ക് നോക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കുക. അങ്ങനെ AW മാത്രം ഓൺലി, പിന്നെ ഡെസേർട്ടും. അപ്പോൾ ഇതിൽ ആര് ജയിക്കും നമുക്ക് നോക്കാം. മറക്കാതെ ഹലോ ഗൈസ്, ഇത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു, സാറില്ല. ഇപ്പോൾ ഡാർക്കും ഉണ്ട്, എസ്സി കൊമ്പനും ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ എസ്സി കൊമ്പന് നമ്മൾ ഇപ്പോൾ അപ്പോൾ അവൻ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് ഇരിക്കുന്നത്. വീടിൻ്റെ മുകളിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ എസ്സി കൊമ്പൻ റൂഫിലാട്ടോ, നമുക്കറിയാം. പിന്നെ നമ്മുടെ ഡാർക്കും നെൽത്താണ് ഇരിക്കുന്നത്. നമ്മുടെ രണ്ടാളും അപ്പൊ നമ്മുടെ ഡാർക്കിന് ഹെഡ് ഷോട്ടാണ് അടിച്ചിട്ടുള്ളൂ. AW സെറ്റ് സാധനം ഗൈസ്. ഫസ്റ്റ് റൂം അതിൻ്റെ. അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്ക് എന്താണ് പറയാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഡാർക്കിൻ്റെ കൊടുക്കാൻ പോവുകയാണ് വോയിസ് റിവീൽ. എന്ന് വെച്ചാൽ AW എനിക്ക് നല്ല കളിക്കാറില്ല, പക്ഷെ ആ പൊട്ടൊക്കെ തീരെ കളിക്കാറില്ല. എന്തായാലും ഇനി നമ്മുടെ എസ്സി കൊമ്പൻ വോയിസ് റിവീൽ. നമ്മൾ എസ്സി കൊമ്പനാണ്, നമ്മൾ ജയിച്ചിരിക്കും, പൊട്ടിയിരിക്കും. അപ്പോൾ ഈ കളി നല്ല പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ എസ്സി കൊമ്പനെ നോക്കാം. സെറ്റ് സാധനമാട്ടത് എന്നാണ്. എസ്സി കൊമ്പനെ ഒളിച്ചിക്കുകയാണ്. എവിടെ ഒളിച്ചിക്കണേ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡാർക്കിനെ നോക്കിയാൽ അവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒളിച്ചു കളി ഈ കളിയിൽ ഇതല്ല, ഒളിച്ചു കളി കളിക്കാൻ പാടില്ല ഈ കളിയിൽ, പ്രത്യേകം പറയുന്നുണ്ട്. നമ്മുടെ ഒളിച്ചു കളി ഇല്ല പറയുമ്പോൾ ഇത് പിന്നെ അപ്പം നമ്മുടെ ഡാർക്ക് നല്ല ഡാമേജ് 150 കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ 2 മുട്ടക്ക് ഡാർക്കൊക്കെ ഇമോട്ടൊക്കെ ഇട്ടിട്ടോ ഗൈസ്. അപ്പം നമ്മുടെ എസ്സി കൊമ്പൻ റിവെഞ്ച് അടിക്കുമോ ചെയ്യില്ല. അപ്പം നമ്മുടെ ഡാർക്ക് സംസാരിക്കാൻ പോവുകയാണ്. ഞാനല്ലേ പറഞ്ഞ ഡാർക്കായാം ഈ പൊട്ടർക്കാച്ച കളിക്കാരെ തിരിച്ചല്ല, എന്നിട്ട് കളിക്കാൻ വന്നിരുന്നു ഓരോന്ന്. ഇനി നമ്മുടെ എസ്സി കൊമ്പൻ പറയുകയാണ്. എന്താണ് നമ്മൾ ഓനെ പൊട്ടിച്ചിരിക്കും. ഇതന്നെ ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കളി ആര് ജയിക്കും ആര് തോക്കും. അതേപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ ഇത്തിരി ഇതായിട്ടുണ്ട്. അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഒരാൾ ഹെഡ് ഷോട്ട് അടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ 3 മുട്ടക്കാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഉറപ്പാണ് നമ്മൾ ഡാർക്ക് ജയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആര് ജയിക്കുന്നു കമൻറ്റിൽ പറയൂ. ഈ എസ്സി കൊമ്പൻ 2 AW നമ്മുടെ ഡാർക്കും അതേപോലെ. അപ്പോൾ നമ്മുടെ എസ്സി കൊമ്പൻ അപ്പോൾ നമ്മുടെ കളി ഇത്തിരി നെറ്റെന്താ പോയി തോന്നുന്നു ഗൈസ്. നമ്മുടെ എസ്സി കൊമ്പൻ നമ്മുടെ ഡാർക്കിനെ കൊല്ലാൻ നോക്കുകയാണ്. അതേപോലെ ഡാർക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഡാർക്ക് എസ്സി കൊമ്പനെ കൊല്ലാൻ നോക്കുകയാണ്. അതേപോലെ നമ്മളെ അതേപോലെ നമ്മളെ ഈ
ഇവിടെ SC കോമ്പൻ, അതേപോലെ നമ്മുടെ SC കോമ്പൻ ഡാർക്കിനെ അടിക്കാനും നോക്കുന്നുണ്ട്. നമ്മൾ SC കോമ്പൻ അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല ഗൈസ്. ഓ മിസ്സായിരിക്കുന്നു ഗൈസ്. രണ്ടാളും കടുത്ത AW അടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ മക്കൾ ഡെസേർട്ടൊക്കെ എടുത്തിരിക്കുന്നു. ഇവിടെ റസലും ഡെസേർട്ടും ഡാർക്കും ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു 150 കൊടുത്തിട്ടുണ്ട്. ഓ നമ്മുടെ നമ്മുടെ റിവൈവ് ചെയ്യാൻ നോക്കി, സെൽഫ് റിവൈവ് ചെയ്തു, പക്ഷേ പറ്റിയിട്ടില്ല. അപ്പത്തേനും ഡാർക്ക് കൊന്നിരിക്കുന്നു. ഇനി ഈ റൗണ്ട് SC കോമൻ ഒരിത്തിരി ന്യൂബായ കാരണം SC കോമൻക്ക് ഏത് തോക്കുമാണെങ്കിലും എടുക്കാം. പക്ഷെ നമ്മുടെ ഡാർക്കിന് AW മാത്രം, അതിൻ്റെ ഒപ്പം ഒരു ഡെസേർട്ടികളും. ഈ കളി ഭയങ്കര ഒരു പോരാട്ടമായിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. SC കോമ്പൻ ചിലപ്പോൾ റിവെഞ്ച് അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അവൻ്റെ ഇഷ്ടമുള്ള തോക്കുകളൊക്കെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് SC 150 കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡാർക്ക് ഇവിടെ അടിക്കാൻ നോക്കുകയാണ്. ബ്ലൂ വാൾമയാണ് അടിക്കുന്നത്. അതേപോലെ നമ്മൾ SC കോമ്പൻ പോയിട്ടുണ്ട് അവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഗൈസ്, അപ്പോൾ പറഞ്ഞല്ലേ ചിലപ്പോൾ റിവെഞ്ച് അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അവൻ്റെ ഇഷ്ടമുള്ള തോക്കാണ് എടുത്തത്. അടുത്ത അവൻ്റെ റിവെഞ്ച് ആയിരിക്കും ഗൈസ്. അതാണ് ഡാർക്ക് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ SC കോമ്പൻ എന്താണ് പറയുന്നത്? ഒന്നും പറയാം. ഇപ്പൊ ഗൈസ് അവനക്കൊന്നും പറയല്ല അത്ര, കാരണം ജയിച്ചിരിക്കുന്നു. ഇനി ഞാൻ നമ്മളെ ചിലപ്പെങ്കിൽ ഡാർക്ക് രണ്ടാളും ഇപ്പോൾ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നമ്മുടെ കളി 7 ഗൈസ്. ഡാർക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ SC കോമ്പനെ കൊല്ലാൻ. അപ്പൊ നമ്മുടെ ഡാർക്ക് SC കോമ്പൻ കണ്ടിരിക്കും. അപ്പൊ ഒരു 150 ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ SC കോമ്പൻ പിസ്റ്റോൺ അടിക്കാൻ നോക്കുന്നുണ്ട്. ഗൈസ് നമ്മുടെ 5-1 ഗൈസ്. അപ്പൊ നമ്മുടെ SC കോമ്പൻ സെൽഫ് റിവൈവ് ചെയ്യാൻ നോക്കി, പക്ഷേ നമ്മുടെ ഡാർക്ക്. അപ്പൊ എല്ലാരും ഡാർക്കിന്റെ യൂസർ നെയിം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ SC കോമ്പന്റെ യൂസർ നെയിം കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവർ രണ്ടാളും ഫ്രണ്ട് ചെയ്യാം, വേണമെങ്കിൽ ലൈക്ക് ചെയ്യാം, വേണമെങ്കിൽ ഇവരുടെ ഗിൽഡിൽ വേണമെങ്കിൽ ചേരാം. അപ്പം നമ്മുടെ ഡാർക്ക് ഡെസേർട്ടും AW ഇവിടെ. അപ്പോൾ നമ്മുടെ SC കോമ്പന് തോക്കൾ പറയേണ്ട അത്ര ഡാർക്കിനോട്. അപ്പോൾ നമുക്കിത് സീക്രറ്റായി വെക്കാം. ഡാർക്കേ, നിങ്ങളെ തോക്ക് പറയണ്ടേ? തോക്ക് പറയണോ ഡാർക്കേ? അപ്പം പറഞ്ഞത് എൻ്റെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ SC കോമ്പൻ ജയിച്ചിട്ടുണ്ട് 2-5. ഇനി അപ്പം ഇനി നമ്മുടെ ഡാർക്ക് ഇനി ഇഷ്ടമുള്ള തോക്ക് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കളി ഉറപ്പിച്ചിരിക്കുന്നു, ഡാർക്ക് ജയിച്ചിരിക്കുന്നു. പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പെങ്കിൽ നമ്മുടെ SC കോമ്പൻ റിവെഞ്ച് അടിക്കുകയായിരിക്കും. അവൻ ഒരേ തോക്കന്നെ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇയാള് നമ്മുടെ ഡാർക്ക് MP40 പിന്നെ ഒരു AW എടുത്തിരിക്കുന്നത്. ഒരു ഷോട്ട് അടിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ വാതിലിൻ്റെ അവർക്ക് പോകുമ്പോഴത്തേനും SC കോമ്പൻ ചത്തിരിക്കുന്നു. അപ്പൊ ഇനി ഒരു ഫൈനൽ റൗണ്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ കമന്റിൽ എഴുതിയ ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കുക.
ചിലപ്പെങ്കിൽ പറയാൻ പറ്റില്ല. നമ്മുടെ SC കോമൻ റിവെഞ്ച് അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഡാർക്ക് ജയിക്കാനാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഡാർക്കിനും ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ SC കോമ്പനിക്കും ഒന്നും പറയാനില്ല. എന്നിട്ട് ജയിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ SC കോമ്പനി ഒരു 150 കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കളി ജയിച്ചിരിക്കുന്നു. 7-2 നമ്മുടെ ഡാർക്ക് ജയിച്ചിരിക്കുന്നു. നമ്മുടെ ഡാർക്ക് ജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സി യു. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും.